മാവേലിക്കര നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ത്രികോണ മത്സരം നടന്ന ഇവിടെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മാവേലിക്കരയിലെ ജനാധിപത്യ വിശ്വാസികളോട് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കും 9-9-9 എന്ന തരത്തിൽ റിസൾട്ട് വന്നപ്പോൾ ഒരു സ്വതന്ത്രനെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരണത്തിലേറി. പക്ഷേ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും ആ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. അവസാന 7.5 മാസക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ നയനാൻസി കുറ്റിശ്ശേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ 7.5 മാസത്തെ ഭരണം മാവേലിക്കരയിലെ ജനങ്ങളിലുണ്ടാക്കിയ വിശ്വാസമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഈ ഉജ്ജ്വലമായ വിജയത്തിന് കാരണമായി മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ BJP അഴിച്ചുവിട്ട ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ജനങ്ങൾ പുച്ഛിച്ചു തള്ളി. യാതൊരു അഴിമതിയുമില്ലാതെ മുന്നോട്ട് പോയ കോൺഗ്രസിൻ്റെ ഭരണത്തെ മാവേലിക്കര അഴിമതിക്കരയാണ് എന്നുള്ള രീതിയിൽ പ്രസ്താവനകൾ അടിച്ചിറക്കാനും കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും BJP കാട്ടിയ വ്യഗ്രത ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രാഷ്ട്രീയപരമായി മാവേലിക്കരയിൽ LDF തകർന്നടിഞ്ഞു. CPMന് ലഭിച്ചത് വെറും 3 സീറ്റാണ്. ഘടകകക്ഷിയായ CPIക്ക് 1 സീറ്റ്. 4 സീറ്റുകൾ മാത്രമാണ് LDFന് ജയിച്ചത് എന്നുള്ളത് മാവേലിക്കരയിൽ തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസിനോട് കാട്ടിയ വലിയ വിശ്വാസം, ആ വിശ്വാസം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വർഗീയ ശക്തികൾക്ക് ഇവിടെ ഭരണം കിട്ടുമായിരുന്നു. എന്തായാലും മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാട്ടിയ വിശ്വാസം, കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചകൾ തിരുത്തിക്കൊണ്ട് ഈ മാവേലിക്കര നഗരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഉജ്ജ്വലമായ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുഴുവൻ നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശ്രീ മാത്യു കണ്ടത്തിൽ, ജസ്റ്റിൻസൺ പാട്രിക് അടക്കിയ മുഴുവൻ നേതാക്കന്മാരുടെയും മറ്റു നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഈ വിജയാഘോഷം നടത്തുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് ശ്രീമതി പ്രസന്ന ബാബുവിനും 9ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി സുനി ആലീസ് അബ്രഹാമിനും 10ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി ഉമാദേവിക്കും 11ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി ബിനി ബിബിനും 12ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീ D ബാബുവിനും 14ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീമതി കൃഷ്ണകുമാരിക്കും 15ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീ കോശി തുണ്ടുപറമ്പലിനും അതേപോലെ തന്നെ 24ാം വാർഡിൽ നിന്നും 19ാം വാർഡിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറായി മാറിയ അനിത വിജയന്റെ നേതൃത്വം നടത്തിയ വലിയ പോരാട്ടത്തിലൂടെ വിജയിച്ച പ്രിയപ്പെട്ട വരുൺ ദേവിനും ജയിച്ചവരെ മുഴുവൻ മാലയിട്ട് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രകടനം UDF പിന്നാലെ കടന്നു വരികയാണ്. മാവേലിക്കര നഗരസഭ കോൺഗ്രസിന്റെ കരങ്ങളിൽ ഭദ്രമാക്കിയ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. ഈ നാട്ടിലെ മുഴുവൻ ഈ നാട്ടിൽ വികസനം എത്തിച്ചുകൊണ്ട് ശക്തി ചെയ്തുകൊണ്ട് നാടിന്റെ പ്രിയമക്കളുടെ വിജയം കൈവരിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്.